38ാം ഡിവിഷനിലെ മുസ്ലിം ലീഗിന്റെ മുഴുവൻ ആൾക്കാരും ഒപ്പം ജപ്പാന്റെ നായികയും ജപ്പാന്റെ നായകനും ഇവരൊക്കെ കൂടി ഒരു സ്ഥാനാർത്ഥിനെ നിർത്തിനി ഈ ഉപതെരഞ്ഞെടുപ്പില്. ആരെന്നറിയോ? ദേശീയ കമ്മിറ്റിയിൽ അംഗയിഞ്ഞോലോന്. നാട് മൊത്തം ഓനല്ലേ ഇനി അവൻ പറയുന്നത്. കുറച്ച് ആൾക്കാർ ഒപ്പം കൂട്ടി നടന്നാണ്ട് ഒപ്പം കൂട്ടിയവരെ തന്നെ വോട്ടിട്ടില്ല. എന്നിട്ട് എത്തായി നമ്മളെ കുഞ്ഞിക്കാന്റെ പുന്നാര മോന് KM അഫ്സൽ എന്ന കോയ ആ ജപ്പാന്റെ പൈപ്പിൽ തന്നെ വെള്ളം തുറന്ന മാതിരി പാമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് ജയിച്ച്. അഫ്സല് ജയിച്ചനെ എല്ലാ ലീഗാരോട് കേട്ടോളി. അഫ്സലിനെ ജയിപ്പിച്ച 38ാം ഡിവിഷനിലെ എല്ലാ വോട്ടർമാർക്കും LDFന്റെ 1000 നന്ദി അറിയിക്കാണ്. ഏറെവരെങ്കിലും മന്ത്രിയായ കാലത്താണ് നമ്മളെ നാട്ടിൽ 5.5 കോടി മുടക്കി ജപ്പാൻ പൈപ്പ് ഇട്ടത്. അന്ന് ഇപ്പത്തെ ചെയർപേഴ്സൺ അന്നത്തെ കാലത്ത് വാർഡ് മെമ്പറേനി. മൂപ്പത്തിയാറ് പറഞ്ഞ് റോഡ് പൊളിച്ചാൻ പറ്റൂല. മൂപ്പത്തിയാരെ പറച്ചിൽ കേട്ടാ തോന്നും മൂപ്പത്തിയാരെ പെരന്റെ മുറ്റാണ് പൊളിച്ചത്. അന്ന് ലീഗാര് പറഞ്ഞ് പെരിച്ചായിക്കും എലിക്കൊക്കെ മൂത്രയിച്ചാനുള്ളതാണ് ആ പൈപ്പ് എന്ന്. ഞാൻ LDF സർക്കാരും ഇപ്പത്തെ MLA VKC മുഹമ്മദ് കോയക്കാക്കിയും കൂടി 10 കോടി ഉറുപ്പ്യ കരുവന്തിയെത്തിക്കാർക്കും വേണ്ടിയാണ് പാസാക്കി. അതിന് ഓരോ പെരേക്കും വെള്ളത്തിന് പദ്ധതി വരേണ്ട്. അപ്പൊ അതാ ലീഗാര് അടുത്ത തന്ത്രയിച്ചു വന്നേ അന്തും കുന്തുമില്ലാത്ത ലീഗിന്റെ കുറച്ച് എണ്ണങ്ങള് അതൊന്നും കിട്ടൂലെന്നും പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ ഇതിന്റെ ഫോം കൊണ്ടുവച്ചാണ്ട് ലീഗ് കൊണ്ടുവന്നതാന്നും പറഞ്ഞ് നടക്കുക ലീഗാര്. ഉൾപ്പിന്റെ ലീഗാര് ഇങ്ങൾക്കൊക്കെ നാണക്കേട്. എല്ലാ ലീഗാരും 25ാം തീയതി മണ്ണൂര് വളവിലെ വാട്ടർ അതോറിറ്റിന്റെ ഓഫീസിൽ പോയാണ്ട് ഫോം വാങ്ങിക്കൊണ്ടി. എന്നിട്ട് ഞമ്മളെ കരീംക്കും VKC മുഹമ്മദ് കോയക്കും പാസ്സാക്കിയ ആ വെള്ളം ഒന്നാണ്ട് കുടിച്ചാണ്ടി. ആ വെള്ളം കുടിച്ചാൽ തന്നെ ലീഗിന്റെ കട്ടകാലൊക്കെ മാറും. കാരണം LDF കൊണ്ടുവന്ന വികസന പ്രവർത്തനമാണ്, ജനങ്ങളെ മനസ്സറിഞ്ഞ വികസന പ്രവർത്തനം, അല്ലാതെ ലീഗാര് വാക്കിലൊതുക്കിയ പ്രവർത്തനം അല്ലത്. ഇത് കുടിച്ചാല് നിങ്ങളെ എല്ലാ ഇടങ്ങറും മാറും. ലീഗാരെ വന്ന് ചെങ്കൊടിയേന്തി കുഞ്ഞുക്കാന്റെ മക്കൾ വരുന്നേ. വന്ന് ചെങ്കൊടിയേന്തി കുഞ്ഞുക്കാന്റെ മക്കൾ വരുന്നേ. നാടാകെ വിജയ കൊടികൾ പാറിയേ. വോട്ടുകൾ ചെയ്ത വോട്ടർമാർക്ക് നന്ദി പാടുന്നേ. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും പാടുന്നേ. ഇല്ല 38ാം ഡിവിഷൻ കിട്ടൂല. ഇല്ല 38ാം ഡിവിഷൻ കിട്ടൂല. അവസ്ഥലുള്ള കാലത്തോളം കൂടി നടക്കൂല. വന്ന് ചെങ്കൊടിയേന്തി കുഞ്ഞുക്കാന്റെ മക്കൾ വരുന്നേ. നാടാകെ വിജയ കൊടികൾ പാറിയേ. കാടിലുണ്ടി പോയാല് വെള്ളം വറ്റിച്ചലും LDFനെ തോൽപ്പിച്ചലും വലിയ പണിയാ. അതുകൊണ്ട് UDF-ആരൊക്കെ ജയ ആഘോഷിക്കാൻ വെച്ച ലഡും ആ പച്ച ബിരിയാണിയൊക്കെ തിന്ന് തോറ്റ സങ്കടം LDFന്റെ ഈ റാലിനെ നോക്കിയാണ്ടാണ് തീർത്താളി. റാലി കണ്ടാൽ തന്നെ നിങ്ങളെ മനസ്സാണ് പിറക്കും. കാരണേ ഇത് ചോപ്പിന്റെ കോട്ടയാണ്. ഇത് പച്ചാക്കാന് ഒരു അനീഫ വിചാരിച്ചാൽ നടക്കൂല മക്കളെ. ഇവിടെ ചോന കൊടിയനെ പാടുള്ളൂ. അതിന് നമ്മളെ മുത്ത് അഫ്സല് ജയിച്ചും ചെയ്തണ്, ഈ നാട്ടുകാർ ജയിപ്പിച്ചും ചെയ്തണ്. ഓൾക്ക് നമ്മളെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കാണ് ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരായ വോട്ടർമാരെ. ആദിവാദ്യം ഞങ്ങളൊന്നായി പറഞ്ഞിടുന്നേ. KCC സിദ്ദിഖിനും ജലീലിലേകുന്നേ. റിയാസിനും മുബാറക്ക് ആളിയനിത. റിയാസിനും മുബാറക്ക് ആളിയനിത. ആദിവാദ്യം അർപ്പിച്ചിത ഞങ്ങൾ വരുന്നേ. വന്ന് ചെങ്കൊടിയേന്തി കുഞ്ഞിക്കാന്റെ മക്കൾ വരുന്നേ. നാടാകെ വിജയ കൊടികൾ പാറിയേ. ലോ കോളേജിൽ പഠിച്ച ആളാണ്, ബിരുദാനന്തര ബിരുദമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഫറൂഖിലെ ഓടും കമ്പി തന്നെ കാണാത്ത അനീഫാനെയല്ലോ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ ലീഗാരേ. ഫറൂഖ് പാലത്തിന്റെ അടുത്തുള്ള അനീഫാന്റെ നൃത്തം കണ്ടാ തോന്നും ഓൻ ഉണ്ടാക്കിയ പാലാണത്. അനീഫ ഉണ്ടാക്കിയ തോടിന്റെ കോലം കണ്ടിട്ട് തന്നെ അവിടെയുള്ള മുഴുവൻ ഊത്ത് ലീഗാരും അനുഭവിച്ചാണ്. എന്നാല് ഓനെ തോൽപ്പിച്ചത് ആരാന്നറിയോ? ഓന്റെ ഒപ്പം നടക്കുന്ന ലീഗാരന്നെ. ലീഗിന്റെ കാലം കഴിഞ്ഞ ചങ്ങായിമാരെ. ഓന് പാട്ടുണ്ടാക്കി ബെയ്ത്തുണ്ടാക്കി ജയിച്ചു എന്ന് കരുതി പച്ച ബിരിയാണിയും വെച്ച്. അപ്പൊ അതൊക്കെ വെറുതായില്ലേ ലീഗാര്? നമ്മൾ അപ്പോഴേ പറഞ്ഞതല്ലേ കുഞ്ഞിക്കാന്റെ കുട്ടി KM അഫ്സൽ ജയിച്ചെന്ന്. കുഞ്ഞിക്ക 10 മാസം കൊണ്ട് കരുവന്തിക്കാർക്ക് ചെയ്തു തന്നത് ജനങ്ങൾ മറക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ കുഞ്ഞിക്കാന്റെ മോ അഫ്സലിനെ ജയിപ്പിച്ചാതെക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ഈ നാട്ടുകാർ ഓനാണ് ജയിപ്പിച്ച്. ഓനെ ജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും 1000 നന്ദിയും കടപ്പാടും അറിയിക്കാണ്. പാലപ്പാവും പാടിയും വെച്ച് ഇറങ്ങി പലർ. വീട്ടിനുള്ളിൽ വരെ വന്നു വീഴുന്നു ചിലർ. എന്നിട്ടൊന്നും ഒരുവിധ ഫലം കണ്ടില്ല. വീകുകാരി തോറ്റുപോയ വഴി കണ്ടില്ല. വന്ന് ചെങ്കൊടിയേന്തി കുഞ്ഞുക്കാന്റെ മക്കൾ വരുന്നേ. നാടാകെ വിജയ കൊടികൾ പാറിയേ. ലീഗിനും വേണ്ടി വോട്ട് ചോദിച്ചാൽ ചില തൊപ്പിയും താടിയും വെച്ച പള്ളി കമ്മിറ്റിക്കാര് വരെ ഇറങ്ങി. ചാണ്ടിച്ചായം വന്ന്, സിദ്ദീഖ് വന്ന്,
തെരഞ്ഞെടുപ്പിന്റെ നേരത്ത് മാത്രം പൊന്തണ MP രാഘവനും വന്ന് എവിടെ നിന്നത് അവിടെ ഒക്കെ തോറ്റെ അണികളെന്നെ കൂക്കി വിടുന്ന KPA മജീദ് വരെ വന്ന് പിന്നെ ദ്വാരക്കലും വള്ളം കൊടുക്കലും ഒക്കെ കൂടി ഒരു കഥ. രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി മാത്രം വന്നില്ല. എത്ര ഓല് വരാഞ്ഞ് ഓല് വന്നെങ്കിൽ LDFന്റെ ഭൂരിപക്ഷം ഒന്നുകൂടിയാണ്ട് കൂടീനി. മോശായി ഓല് വരണ്ടീനി. എന്നാലും ആ പാവം ഊത്തുലീഗാരൊക്കെ എത്രയൊക്കെ പറഞ്ഞത്. എന്നാലേ കുഞ്ഞിക്കാന്റെ മോനങ്ങള് രാഷ്ട്രീയം പഠിപ്പിച്ചണ്ട. ഇതേ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഫറോക്ക് മുനിസിപ്പാലിറ്റിന്റെ തന്നെ മനസ്സറിഞ്ഞ് നമ്മോട് മൺമറിഞ്ഞ കുഞ്ഞിക്കാന്റെ മോൻ അഫ്സല. ആ അഫ്സലിനെ ഞങ്ങൾ രാഷ്ട്രീയം പഠിപ്പിച്ചത്. ഓനെ തോൽപ്പിച്ചണമെങ്കിൽ അനീഫല്ല ഓന്റെ ഹൈക്കമാൻഡ് മൊത്തം വന്നാലും നടക്കൂല. ആദ്യം എന്താണെന്നറിയോ, ഇത് ചോപ്പിൽ തീർന്ന അരിവാൾ ചുറ്റിക നക്ഷത്രം പതാകയാണ്. ഇത് താത്താന് ഊത്തുലീഗാര്